ഞാൻ എൻ്റെ ഹോം ബ്രാഞ്ച് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ പല ഘടകങ്ങൾ നമ്മളിതിനെ സ്വാധീനിച്ചു. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഫേം, ഒരു പ്രസ്ഥാനം. നമ്മൾ ചുമ്മാതെ ഒരു RD എന്ന് ഒരു പിടിച്ചും ചോദിക്കാൻ പറ്റത്തില്ല, എന്താണ് സംഭവം എന്ന് നമ്മൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരാണെന്ന് പറഞ്ഞാലും നമ്മളത് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ലോങ് ടൈമിനോടൊന്നും താല്പര്യമില്ല. 7 വർഷം പറഞ്ഞു, മറ്റേ ഡിപ്പോസിറ്റ് പറഞ്ഞു. കുറേ ഡിപ്പോസിറ്റ് ഞാൻ അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ ഒരു മാറി ചിന്തിക്കാൻ കാരണമുണ്ടായത് രഞ്ജിത്ത് സാറ്, ഷാദിൻ സാറ്, അജിത് സാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ പുറകിലൊരു പ്രചോദനമായിട്ട് ഉണ്ട്. ചെയ്യും അജിത്തിനെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞപ്പം അവിടെ നമുക്കൊരു മോശക്കാരനാകാൻ പറ്റിയില്ല. നമ്മൾ കുറേയൊക്കെ ചാടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പിന്നെ അതിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള ഒരു മടി, ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം, നേരത്തെ എക്സ്പീരിയൻസ് പലത് എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടി ചേർന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ നേട്ടങ്ങളെപ്പറ്റി ഞാൻ ആദ്യം ആലോചിച്ചു. 100 ഡെപ്പോസിറ്റുകൾ ഒരു മാസം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു RD പോലും കൊടുക്കാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടായ ആ സാഹചര്യത്തിൽ വിഭിന്നമായിട്ട് എനിക്ക് മാറി ചിന്തിക്കാൻ ഒരു തീ ഉണ്ടാക്കി തന്നത് രഞ്ജിത്ത് സാറ്, ഷാദിൻ സാറ്, അജിത് സാറ് എല്ലാം കൂടിയാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, നമുക്ക് മുണ്ടക്കത്തെ റാന്നിയിലുള്ള കുറേ ആൾക്കാർ. അതെല്ലാം കൂടി ചേർന്നപ്പം ഭയങ്കര ഒരു തീയായിപ്പോയി. ചെയ്തേ ഒക്കുന്നായി. വളരെ എതിരായിട്ടുള്ള ഘടകങ്ങൾ പലതും ഉണ്ടായി. പേഴ്സണലായിട്ടുണ്ടായി, മറ്റു കാര്യങ്ങളിലുണ്ടായി, സാമ്പത്തിക പ്രശ്നമുണ്ടായി, ആരോഗ്യ പ്രശ്നമുണ്ടായി. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റിയത് നമ്മളുണ്ടായ ആ തീ കെടാതെ നമ്മൾ സൂക്ഷിച്ചു, കെടാതെ നമ്മൾ കാത്തു. അത് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ അത് നമുക്കതിന് വാക്കുകളില്ല. എനിക്ക് AGM ഒരു സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ തവണ ഞാൻ മാത്രമേ ഉള്ളൂ ഈ അപ്രിസിയേഷൻ ഏറ്റുവാങ്ങാൻ. അടുത്ത തവണ ഇവിടെ ഒരു ക്യൂ, ഈ സ്റ്റേജിന് മുന്നിൽ ഒരു ക്യൂ ഉണ്ടാകും. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമുക്കൊരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ 100 അല്ല 1000 ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയട്ടെ. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഒരു 200 പേജിൻ്റെ ബുക്ക് ഇങ്ങോട്ട് വാങ്ങി. 200 പേജിൻ്റെ ബുക്ക്, ചെറിയ ബുക്കൊന്നുമല്ല. അത് പറയാൻ കാര്യം ഗിവ് ആൻഡ് ടേക്ക് എന്നാണ്. ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങലുകളാണ് RD എന്ന് മാത്രമല്ല ഏത് സംഭവം. നമുക്ക് ഇങ്ങോട്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ, ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമ്മൾ കൊള്ളാവുന്നതിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ബുക്ക് വലിയ വില കൊടുത്തിയാൽ വാങ്ങി. ചെറിയ ബുക്കല്ല, ഇതാണ് ആ ബുക്ക്. ബുക്കിൽ ഞാൻ എഴുതി വെച്ച പേരുകൾ എന്ന് പറഞ്ഞാൽ ഒരു 250-300 എണ്ണത്തോളം വരും പേര്. വെട്ടിയും തിരുത്തിയും തിരുത്തിയുള്ള ബുക്കുകൾ. ഈ ബുക്കിൽ എഴുതിയ പേരുകളിൽ നിന്നെല്ലാം ആറ്റി കുറുക്കിയെടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കി ഇവരെ എല്ലാം ഞാൻ വീട്ടിലെ സിറ്റ് ഔട്ട് ഇരുന്ന് ഫോൺ ചെയ്ത് വിളിച്ചു. ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു RD നമുക്ക് ചേരണം, 1 വർഷം ഉള്ളൂ. അടുത്ത ഓണം ചിലപ്പം സെപ്റ്റംബറിലാണെങ്കിലേ ഞാനിത് തരുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. 12 മാസം കഴിഞ്ഞാൽ നമുക്ക് വച്ചിട്ടാവുള്ളൂ. പക്ഷേ അടുത്ത ഓണം എനിക്കറിയാമായിരുന്നു. ആഗസ്റ്റ് 26-ാം തീയതി ആയിരുന്നു ഓണം, അടുത്ത ഓണം എന്നറിയാമായിരുന്നു. അപ്പം സെപ്റ്റംബർ ആദ്യം നമുക്ക്, അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് നമുക്ക് പൈസ കൊടുക്കാമെന്നുള്ള കണക്കുള്ളിൽ നമ്മളിത് പറഞ്ഞ് അവിടെ നിന്ന് ഫോൺ ചെയ്ത് തന്നെ ഞാനൊരു 34 RD അവിടെ നിന്ന് തന്നെ ഉറപ്പിച്ചു. 34 RD എൻ്റെ വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്യും. നിങ്ങൾക്കും കഴിയും, എല്ലാം ഓരോരുത്തർക്കും കഴിയും. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. ആദ്യം വിളിച്ച എൻ്റെ പെങ്ങളെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഒരു RD തരണം എന്ന് പറഞ്ഞു. ശരി, അവൾ RD തന്നു. അവിടെ കിട്ടിയവൻ്റെ പേര് തന്നു, പിള്ളേരെ പേര് തന്നു, എല്ലാം പൈസയും തന്നു, എല്ലാം ഓക്കെ ആക്കി തന്നു. പിന്നെ കൂട്ടുകാരെ വിളിച്ചു. കൂട്ടുകാർ പണിയുന്ന എൻ്റെ ഒരു പെയിൻറ്റിങ് സുഹൃത്തുണ്ട്. 18 ജോലിക്കാരുണ്ട് അവിടെ, 18 ജോലിക്കാർ. 1100 രൂപയാണ് അവരുടെ ശമ്പളം. ആ 1100 രൂപയിൽ നിന്ന് അവരുടെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് വേണ്ടി 10-30,000 മേളിൽ പോകും.
അവനോട് പറഞ്ഞടാ, നീ എനിക്ക് നിന്റെ തൊഴിലാളികളിൽ നിന്ന് 1000 രൂപ വെച്ച് പിടിച്ചെനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പം 18 RD അങ്ങനെ ഒപ്പിച്ചു. 18 RD. അതായത് അവരോട് പറഞ്ഞു, അതിന് പകരമായിട്ട് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സൗജന്യമായിട്ട് കൊടുക്കുകയും ചെയ്തു. എങ്ങനെ? 1350 രൂപ വിലയുള്ള നമ്മുടെ 30,000 രൂപയുടെ ഇൻഷുറൻസ് ആ വീട്ടിൽ അവൻ്റെ ഭാര്യയ്ക്ക് 2 പിള്ളേർക്ക് വേണ്ടി കൊടുത്തു. എന്നാലും നമുക്ക് അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആ ഓപ്ഷനിലാണ് വന്നത്. ഗിവ് ആൻഡ് ടേക്കാണ്. 18 RD കിട്ടിയപ്പോൾ എനിക്ക് 1350 രൂപ മുടക്കി, അത്രയും കമ്മീഷൻ കിട്ടി. അതായത് എന്തൊരു നഷ്ടമില്ല. 18 RD കിട്ടിയത് കൊണ്ട് നമുക്ക് അത്രയും കൂടായി. അതൊരു ടെക്നിക്കായിരുന്നു. ഇങ്ങനെ നിരവധി ടെക്നിക്കുകളുണ്ട്, ഒരുപാട് ടെക്നിക്കുകളുണ്ട്. എല്ലാം കൂടെ ഇപ്പോൾ പറയാൻ ഇവിടെ നേരമില്ല. പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 100 RD അല്ല, 200 അല്ല, 500 അല്ല ചെയ്യാം. അടുത്ത AGM-ൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ?